നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പോക്കാട്ടോ. ബാംഗ്ലൂരാണ് പോണത്. പെട്ടെന്നുണ്ടായൊരു പോക്കാണ്. സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തോണി പോകണമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ജസ്റ്റ് നമുക്കൊരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ഉണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ഞാൻ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് തന്നെ അടിക്കാറ്. കാരണം മറ്റൊന്നുമില്ല, ജസ്റ്റ് പോയിന്റ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഫ്യൂവൽ ഡെസ്റ്റിനിറ്റി കൂടുതലും ഇന്ത്യൻ ഓയിലിന്റെ പമ്പുകളാണ്. അതുകൊണ്ട് മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഫുൾ ടാങ്ക് ആക്കാം. ഹലോ, പെട്രോൾ പറഞ്ഞോളൂ. പക്ഷെ 4000 കിടക്കുന്നത്. കാരണം ഫ്യൂല് കുറച്ച് കുറവായിരുന്നു. 3600 ആയില്ലേ. 4000 അടുത്തെത്തുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഫുള്ളായിട്ടാ. 3000 എത്രടാ? 3800. കുറച്ച് കുറവായിരുന്നു കേട്ടോ. 3847. എത്ര ലിറ്റർ? 36 ലിറ്റർ അല്ലേ? 36 ലിറ്റർ. പോയിന്റ് അടയണം. നമ്പർ കേട്ടെ. കാർഡ് വാങ്ങാൻ പറഞ്ഞു. ഓക്കെ, പോയിന്റ് അടയത്. വിട്ടല്ലേ? കമോൺ, നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അല്ലേ? പെട്ടെന്നുണ്ടായല്ലേ? പ്രതീക്ഷിക്കാതെ എത്രയാടാ? 12 ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലെ കുറച്ച് തോന്നുന്നുണ്ട്. ഉണ്ടാവോ? ഉണ്ടാവും. മോരുവെള്ളം കുടിക്കാൻ വേണ്ടി. എരുണ്ടാവോ? സാധാ മതി. എന്താ പാട് സാധനം? കിളിവോ? അത്രക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ? ഒരുപാട് രസമാണ്. ഈ ഷൂ മാറ്റില്ലേ? നന്നായി. $500 നമ്മൾ ചേഞ്ച് ആക്കി. പക്ഷെ അത് പോരാ. ഈ ചില്ലറ നമ്മുടെ പോയി തീർത്ത് വീണ്ടും നമ്മൾ ചില്ലറാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് നമ്മളെ ഡ്യൂട്ടി, ടാർഗറ്റ്. നമ്മൾ അടിവാരം എത്തില്ല നീസ. ചുരം കയറി തുടങ്ങി. അടിവാരം എത്തി. റോഡ് അത്യാവശ്യം തിരക്കുണ്ട്. അത്യാവശ്യം വണ്ടികളുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. നല്ല മലനിരകളൊക്കെ. വയനാട് നമ്പർ റോഡില്ല വണ്ടിക്ക്. നമ്പർ റോഡ് കണ്ടമാനം വായന്റെ അല്ല ഉണ്ട്, വേറൊന്നുമില്ല. എന്തല്ലേ നമ്മളൊക്കെ അല്ലേ ചെറിയ ലൈറ്റ് വെച്ചാൽ അത് നോക്കാനൊക്കെ ആളുണ്ട്. നമ്മളത് വീഡിയോ എടുത്ത് വിറ്റാ പറയട്ടെ ഓരോരുത്തര് അത് പാവങ്ങളെ വണ്ടിയാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഒക്കെ പാവങ്ങളെ വണ്ടി ഉണ്ടല്ലോ അല്ലേ? നമ്മളും പാവങ്ങൾ തന്നെയാണ്. നമ്പർ ബോർഡില്ല, എന്താ ചെയ്യാ? ഇതിനൊന്നൊരു കുഴപ്പമില്ല. നോക്കാനും ഇവിടെ ആളില്ല. എനിക്ക് എന്നോ നമ്പർ ബോർഡ് പോയതിന് കൊണ്ടുണ്ട് അല്ലേ? നമ്പർ ബോർഡിന് അങ്ങനെ ഒരു ടയർ ഇരിക്കും. അതും കെട്ടിട്ടാണ് കയറുകൊണ്ട് കേട്ടോ. അതൊക്കെ എന്ത് സേഫ്റ്റി ആണല്ലേ? ആ കയറ് പൊട്ടിയിട്ട് കയറ്റം കയറുമ്പോഴൊക്കെ വീണ് കഴിഞ്ഞാൽ ബാക്കിലുള്ള ബൈക്കൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? സ്പീഡ് അല്ലേ? എന്താ ചെയ്യാ? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. ബാക്ക് കുഞ്ഞി ഇതൊക്കെ സ്ഥിരം പോകണമാണ്. വയനാട് നെരിയുന്ന DG
ഈ ആദ്യമായിട്ട് ചുരം കയറുന്ന വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെയാണ് ഈ ഒറ്റ പണി കാട്ടുക പറ്റണേ. അത് വണ്ടി എത്തിയിട്ടുണ്ടോ അവിടെ കുടിച്ചിക്കണോ? ഇങ്ങനെ ഇതാണ് സംഗതി, തട്ടിക്കണ വണ്ടി. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. ഈ ബ്ലോക്കൊക്കെ ശരിക്ക് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു വണ്ടി ജസ്റ്റ് ചെറിയൊരു എന്തോ ഒരു തട്ടലേ ഉള്ളൂ, ചെറിയ തട്ടല്. പക്ഷെ ആൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് തട്ട വണ്ടി പോയിട്ടുണ്ട്, ഒരു വെറുതെ അവിടെ ഇരുന്ന് വണ്ടി നോക്കണം. അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കിയിട്ടാല് ഈ ഒരു സംഭവം ഉണ്ടാക്കുക. പക്ഷെ നല്ല നീളത്തിൽ ഇതൊക്കെ പോണ വണ്ടിയൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ അതൊക്കെ ശരിക്ക് വണ്ടി ഒറ്റ നിർത്തണം കേട്ടോ. നല്ല ഒറ്റയൊക്കെ ആണെങ്കിൽ എടുത്തു. പക്ഷെ മറ്റേ വണ്ടി ഓൾറെഡി കയറി പോന്നിട്ടുണ്ട്, ഇവർ വെറുതെ റോഡിൽ വണ്ടി നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഓരോ അശ്രദ്ധ മൂലം എല്ലാവരും കൂടി ലോക്കായി പോവാണ്, മൊത്തം ആളുകളും. ആ 2 മണിയായപ്പോത്തിന് എന്താ അവസ്ഥ? അടിപൊളി ക്ലൈമറ്റ്. എൻ്റെ വേണമെങ്കിൽ ഫുൾ കോട. സൗണ്ട് അടിയാണ് സാധനം, ചീടിന്റെ സൗണ്ട് അല്ലേ? നാച്ചുറൽ. കാർ ഇവിടെ ഉണ്ട്. ഏകദേശം നമ്മള് ചുരം കഴിയാറായില്ല റനീസ. ലാസ്റ്റ് എൻഡിങ് എത്തി. കാണുന്നില്ല അത്യാവശ്യം. അങ്ങനെ ഏകദേശം നമ്മള് ചുരം കയറി ഇവിടെ നിർത്തണടാ. ജസ്റ്റ് ഒന്ന് എടുക്കാൻ അടി കൂടെ അങ്ങോട്ട് അവിടെ റനീസിന് സ്റ്റോറി അടിക്കണം പോലും അങ്ങനെ ആവട്ടെ അല്ലേ? കൊണ്ടൊക്കെ എടുക്കട്ടോ. Proceed to the route. In 1.2 kilometers, turn left onto Hospital Road. ഒരു സാധനം കണ്ടു, പറഞ്ഞോളി. നമ്മളെ അങ്ങനെ ഒരു മുതൽ കണ്ടിട്ടുണ്ട്. ഇത് മുമ്പൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടാ, പക്ഷെ ഞാനിപ്പോ ആദ്യമായിട്ടാണ്. നിർത്താൻ പറ്റുമോ? നോക്കുമ്പോഴേ വീഡിയോ എടുത്ത് വേണം. ഇതോടെ ചോദിക്കും ഇത് എന്താണ്, ഇവിടെ എന്താ സംഭവം. കുറേ പണിയുണ്ട്. ഇത് ഞാൻ പോവാ. എനിക്ക് ബണ്ണ് ഉണ്ടാവും, നോക്കാൻ പോട്ടാ. ബണ്ണ്
ആ ക്രീം ബണ്ണില്ലേ? അത് ക്രീം ഉണ്ടാവോ? ആ അതെന്താ രണ്ടെണ്ണം തരി. ആ അപ്പോൾ കഴിക്കാം. വണ്ടിയിൽ നിന്ന് ഇതാക്കി പാർസലാക്കിയാണ്. ആ കവറിലിട്ടോ. മിൽക്ക് ബണ്ണ്. മൂന്നെണ്ണം വന്നായി കിട്ടിയതില്ല. മൂന്നെണ്ണം വന്നാണ് പക്ഷേ രാത്രി 3 പ്രാവശ്യം ഞങ്ങൾ രാത്രി വന്നു. 3 പ്രാവശ്യം കിട്ടി. ഇത് 2 പ്രാവശ്യം. ഇത് പറഞ്ഞോ ആ ചൂട അത് പോയി കൊണ്ടിരുന്നേക്കും. ഇനി അത് ഹോട്ടലല്ലേ ബാംഗ്ലൂർ. ഇവിടെ കഴിഞ്ഞാൽ ഇത് വാൽനട്ടാട്ടോ. വാൽനട്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ജലജ. ഇവിടെ ജലജയാണ് നമ്മൾ അന്ന് നോക്കുന്നത്. ഈ സാധനം കഴിച്ചിട്ട് എങ്ങാണ്ട് പറയും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. BM വന്നിട്ട് നമ്മൾ വണ്ടി നോക്കാൻ നോക്കുന്നത് അടിപൊളിട്ടോ. നമ്മളെ വായിച്ചേ എഫിൻ്റെ പെർഫോമൻസ് ബാക്കി നോക്കാൻ നാളെ നമ്മളെ നോക്കേണ്ടി. നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹോട്ടൽ ചെക്ക് ചെയ്തു. ഇഷ്ടപ്പെട്ടത് ഇതാണ്. അടിപൊളി. എന്താ പേരെന്താ? ഓലൻ. മൂപ്പരോട് എന്താ ബോർഡർ എടുക്കണേ? പിന്നെ ബിരിയാണി സദ്യ. ഈ ബിരിയാണി സദ്യ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ബിരിയാണി സദ്യ പറഞ്ഞു കേട്ടോ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ബിരിയാണി സദ്യ. നിങ്ങൾക്ക് എന്തേ വായൻ്റെ ടീ? എനിക്ക് പ്ലേറ്റ് ആണല്ലോ. സാധനങ്ങളല്ലേ ഇവിടെ എന്താ പറയല്ലേ മാങ്ങഞ്ചനല്ല നിന്നാ പഠിച്ചോനെ എൻ്റെ വല്യമ്മ സമയത്ത് ഫുള്ള് ബിരിയാണി സദ്യ കേട്ടാ. ഇവിടെ നോക്കിയിരുന്നു. ആ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്ട്രാ ഉണ്ടല്ലോ. ഇത് ചിക്കനൊക്കെ എനിക്കൊന്നുമില്ല. ഇത് ബിരിയാണി സദ്യ എനിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ മുഞ്ചു. അതല്ലേ അപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റായിട്ടാണ്. ഇപ്പോൾ ബിരിയാണി സദ്യ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അച്ചാർ ഈ സാധനമുണ്ട്. സാധനം അച്ചാർ നമ്മളെ മാങ്ങഞ്ചും പറഞ്ഞ സാധനം. ഇത് നോർമൽ ടച്ചിങ്സാണ്. ഇത് നമ്മൾ നല്ല അടിപൊളി മുളക് അരച്ച ചമ്മന്തി, തൈരുണ്ട്, സാധാ തേങ്ങ ചമ്മന്തി ഉണ്ട്, പിന്നെ ചിക്കനും ബീഫും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് ഇത് ബിരിയാണി സദ്യ ആയത് അല്ലേ? ഇതല്ലേ ഇത് ഉണ്ട് ബിരിയാണി കേട്ടോ. ഭക്ഷണം ഫുള്ള് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഒന്നും ബാക്കി വെക്കാൻ കംപ്ലീറ്റ് ബില്ല് വന്നിട്ടുണ്ട്. പൈസയൊക്കെ പേ ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. അടിപൊളി ഹോട്ടലാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി പോവാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഏകദേശം ഇറങ്ങാനായി. നമ്മൾ ഓലൻ ഇതാ മുട്ടിലാണ് സ്ഥലമാണ്. അവിടെ മുട്ടിലുള്ള സ്ഥലമാണ്. അടിപൊളി ഫുഡായിരുന്നു. നല്ല അടിപൊളി ഫുഡുമാണ്, നല്ല സർവീസുമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പോണ വഴിക്ക് നല്ലൊരു ഹോട്ടൽ നോക്കിയതായിരുന്നു. അപ്പോൾ നല്ല നമുക്കൊരു വേറെ ആൾ പറഞ്ഞു തന്നു, ഒരു സാക്ഷ്യം പറഞ്ഞു തന്നു. അതനുസരിച്ച് വന്നതാണ്. എന്തായാലും വന്നതിൽ ഒരിക്കലും നഷ്ടം തോന്നിയില്ല. നല്ല ഫുഡും കാര്യങ്ങളും
പാർക്കിങ്ങും ഉണ്ട് ഇല്ലടാ. ഒന്ന് വിട്ടാലോ? പിന്നെ അടുത്ത പരിപാടി ഇതാ ഞങ്ങൾ പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അതെ വിട്ടാലോ? അജിഫാണ്ടോ അവിടെ? ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം ഇരുന്നില്ല നമ്മള്, കുറച്ചധികം. നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ. പോരാ, ഫുഡ് കഴിക്കാൻ കുറച്ച് ഇരുന്നില്ല നമ്മള്. ഇനി പെട്ടെന്ന് പോകണം. ഏകദേശം 4 മണിൻ്റെ അടുത്തായി. 4 മണി കഴിഞ്ഞില്ല. കുറേ ചവിട്ടില്ലേ? കഴിഞ്ഞു. 4:21 ഇത് ഫോറസ്റ്റ് മുത്തങ്ങ ഏരിയ ആണ്. ഇവിടെ ജംഗിൾ സഫാരി ഉണ്ടോ? അതായത് അതിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഈ വരുന്ന പച്ചക്കളാണ് വൈൽഡ് ലൈഫ് സെക്ചറി. നമ്മളിവിടെ ഒന്നും കയറുന്നില്ല, നമ്മൾ ഒരേ പിടുത്തല്ലേ. ജംഗിൾ സഫാരിയാണത്. നമ്മൾ പോലെ നമുക്ക് ഇറങ്ങാടാ. വേണ്ട, നമുക്ക് ടൈമില്ല. ഇത് പറയാ വേറെ അത് കാട്ടാനല്ലോ. ഏയ് അവിടെ ഒന്നും കിട്ടാ. ആനെ കാണുമോ, കാണാൻ പറ്റുമോ നോക്കാം. ആനനെ കാണുമെന്ന് പറഞ്ഞിട്ടുള്ളു, അപ്പൊ തന്നെ ആനന ഉണ്ട്. എന്റെ ആഗ്രഹം തീർന്നില്ലേ? വെറൈറ്റി പശുക്കളെ. വെറൈറ്റി ഒക്കെ നാടൻ പശു. കാട്ടുതേൻ, വൈൽഡ് ഹണി. ഹണി സോറി, ഹണി റോസ് അല്ലേ? ഹണി തേൻ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചേക്കാം. എത്ര ചേഞ്ച് വേണോ? ഫോൺ എടുക്കാൻ പാടില്ലാന്നേ. ഷമീർക്കാക്ക് ലോറി ഭയങ്കര ഇഷ്ടമാണ്. ലോറി സെറ്റല്ലേ? ഷമീർക്കാക്ക് കാറിനോടെക്കാട്ടിയും ക്രൈസ് ആണ്. കേരളത്തില് ഫോട്ടോ എടുക്കാൻ പ്രശ്നമില്ല. ഈ സ്റ്റേറ്റ് കടന്നപ്പോ എന്താ പറഞ്ഞ എന്നോട് വീഡിയോ എടുക്കരുത് അല്ലേ? ഓരോ ഇഷ്ടത്തിന് നമ്മൾ വെക്കുന്നല്ലേ? നമ്മളെടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി കേടായാ എടുത്തുകൊണ്ടേയിരിക്കും. വണ്ടി കിട്ടണം ആണ്. നമ്മള് സഹകരിച്ചെടുക്കണം. എന്താണ് സാർ? അതിനോട് ഞാൻ യോജിക്കുന്നു. പോർഷന്റെ വണ്ടി മരുന്നിന് വേണ്ടി സത്യം ഞാൻ ആദ്യം വിചാരിച്ചത് പോർഷന്റെ പുതിയൊരു ഐറ്റം ചെറുത്. നമ്മള് കർണാടക, അത് കേരളത്തിന്റെ ഫോറസ്റ്റ് കഴിഞ്ഞ് കർണാടക വിട്ടിട്ടുണ്ട്. കർണാടകക്ക് കയറിയപ്പോ തന്നെ ഫസ്റ്റ് കിട്ടിയ അനുഭവം എന്താണ്? വീഡിയോ എടുക്കരുത്. അങ്ങനെ വെച്ച് അതിന് സ്റ്റിക്കിൽ ഫോൺ വെച്ചോണ്ട് എന്താ പറഞ്ഞു, ഫോൺ താഴ്ത്തി വെക്കണം, വീഡിയോ എടുക്കരുത്. നമ്മളെ ഫോണില് വീഡിയോ എടുക്കണമെന്ന് ഫോണല്ലല്ലോ തീരുമാനിക്കല്ലേ. പക്ഷെ നമ്മൾ അവന്റെ മുമ്പ് പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. എന്തല്ലേ അടിപൊളിയില്ലേ? ആന അവിടെ ഉണ്ടോന്ന് ഇടങ്ങാറാക്കണ്ടല്ലോ നമ്മള്. നമ്മൾ ആവശ്യത്തിനുള്ള കണ്ടു അല്ലേ? ഓവറാക്കരുത് ഒന്നും. നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ളതില്ലല്ലേ? ഇറങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഇറങ്ങാം, കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങും. പക്ഷെ നമുക്ക് നമ്മളെ പറ്റില്ല, പോകുന്നവർക്ക് പറ്റില്ല. വിസിറ്റേഴ്സ് എന്താ അവിടെ ഒരു സോളാറ് കറണ്ടിന്റെ സിസ്റ്റം ഇതാക്കിക്കോ. പച്ചക്കറി തരുന്നു കേരളത്തിൽ. പച്ചക്കറിയോ? കേരളത്തിൽ പച്ചക്കറി കൊണ്ടോട്ട് വേണ്ടിയാണല്ലേ മനസ്സാ? കാട്ടുതീന്ന് കേട്ടില്ലല്ലോ. ഇത് എനിക്ക് വേണമെന്ന് അറിയാം. ഇതൊരു മണിക്കൂർ വിടുന്നതാണ്. കാരണം അവിടെ ആൾക്കാരുണ്ടല്ലേ, അത് നോക്കല്ലേ. ഇതാണ് ഫോറസ്റ്റിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്താലുള്ള പ്രശ്നം കണ്ടോ. അതായത് ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല. നിർത്തി കഴിഞ്ഞാൽ 5000 ഫൈനാണ്. ആനതാ, ആനയും ആനക്കുട്ടിയും അവിടെ വാസത്തിൽ 1, 2 കുറേ ഉണ്ട്, ഒരുപാടുണ്ടല്ലേ. ശാന്തമായിട്ടില്ലേ? നമ്മൾ ഓരോന്നും ചെയ്യരുത്. ശരിക്കും യാത്രക്കാരധികവും പിന്നെ ഇതേപോലെ ഒരുപാട് വണ്ടി നിർത്തി, അതുകൊണ്ട് തന്നെയാണ് അല്ലേ അപകടങ്ങളൊക്കെ ഉണ്ടാണ്. അല്ലാതെ പിന്നെ ആരും അതൊന്നും ചെയ്യണില്ല. നമ്മൾ നിൽക്കേണ്ട അടുത്ത് നമ്മൾ നിൽക്കണം, അത്രേ ഉള്ളൂ. എന്താ റനീസിന് പറയാനുള്ളത്? റനീസ അത്രല്ലേ ഉള്ളൂ. കൊലഞ്ഞ് വായക്കൊല ഈ റോഡ് കുട്ടിയൊക്കെ ഇതാവട്ടെ.
കാണാൻ ഇവിടെ സൂര്യകാന്തി ഉള്ളത് എല്ലാം വേറെ ഉണ്ട് കാണിച്ചത്. വേറെ സൂര്യകാന്തി. ഇവിടെ നല്ല അടിപൊളി മാവിൻ്റെ തോട്ടം ഉണ്ട് കേട്ടോ. ഫുള്ള് മാവാണ്. നല്ല പൂത്ത് നിൽക്കണ മാവ്. വണ്ടി നമ്മളിന്ന് വാഷ് ചെയ്താ കേട്ടോ. വാഷ് ചെയ്ത് ഫുൾ സെറ്റപ്പ് ആക്കിയാണ്ടാ പോകുന്നു. ഇവിടെ വണ്ടിൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടില്ല. നല്ല അടിപൊളി എന്താ പറയുക, നല്ല അടിപൊളി ഫ്രെയിമാണ്, സെറ്റ് ഫ്രെയിമാണ്. അങ്ങനെ സെറ്റാക്കുന്നുണ്ട്. എന്തായാലും യാത്രകൾ തുടരുന്നു. എന്താ എങ്ങനെ സംഭവം? എന്തായി റനീസ? അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ എത്തി. ഗുണ്ടൽപേട്ടിലെ ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കയറണം. മൊത്തത്തിലൊരു ഇതില്ലേ, ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് വെളിച്ചൊന്നും ഒറ്റപ്പെടൽ. വരുന്നതിനിടെ കുറെ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ ടൈം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷെ മൈസൂർ എത്താറില്ലടാ. മൈസൂർ എത്താറായി. സമയം 7 മണിയാകുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇതൊരു സ്ഥലത്ത് വണ്ടിന്റെ റീൽസ് ഒക്കെ എടുക്കാനേ നല്ല സ്ഥലം കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നിർത്തിയില്ല അവിടെയൊക്കെ. ഗ്ലാസ്സിൽ ഒട്ടിച്ചില്ലായിരുന്നു കേട്ടോ. ഇത് പറിച്ചളഞ്ഞപ്പോഴേ നമുക്ക് എന്താ വേണ്ടി? ചായ വേണോ? മെഷീൻ്റെ ഉള്ളത്. മെഷീൻ രണ്ട് ചായ വേണം. ചായ കുടിക്കാൻ നിർത്തിയതോട്ടോ. 2 ചായ കുടിച്ചിട്ടാവാ ബാക്കി. സമയം ഏകദേശം എന്താ ഒരു 8:30 മണിയായിട്ടാണ്. നമ്മൾ എക്സ്പ്രസ് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ മൂവിങ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചാടിക്കാൻ നിർത്തിയിരുന്നു. പിന്നെ റോഡ് കുഴപ്പമൊന്നുമില്ല, കൂളാണ്, സ്മൂത്താണ്, നല്ല അടിപൊളിയായിട്ട് പോകാറുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ ഇനി ഇതേപോലത്തെ റോഡൊക്കെ ആവും. നല്ല അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതെ, ഇനി നല്ല ഹെഡറൊക്കെ ചെയ്ത് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ദൂരൊക്കെ ഒന്നും പോകണ്ട. ഇപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോകണം, വണ്ടി ഒന്ന് ഓടിച്ച് എന്താ പറയുക, ആസ്വദിച്ച് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറം പോകണം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലും നമുക്ക് ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചിട്ട് പോവാം. ജസ്റ്റ് ഒന്നില്ലേ, കുറേ നേരമായി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. ഇതാ അവിടെയാണ് ടോള്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഫ്രീ ആയി ഇരുന്നിട്ട് വീണ്ടും യാത്ര തുടരാം. ടോള് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞല്ലേ? റഷല്ല എടുത്ത് ടോള് ഹോണടി മാത്രമേ ഉള്ളൂ. ആളുകളൊക്കെ ഹോൺ അടിച്ച് വെറുപ്പിക്കുക. ബാംഗ്ലൂരു ടൗണ് കയറി. ഇനി ഇങ്ങനെ പതുക്കെ അല്ലേ എല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം. അത്ര തന്നെ. കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരല്ലേ. അല്ലാ, എന്താണ് നമ്മൾ ബാംഗ്ലൂർ എത്തിക്കണം കേട്ടോ. ബാംഗ്ലൂർ എത്തി നമ്മളെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് ഫുഡ് വെച്ചിട്ടാക്കാം ബാക്കി.
പൈപ്പിന് കിട്ടും പൈപ്പിനൊക്കെ ഒരു കളി. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നോ? इसमें हाफ मेरे को दे दो, हाफ പറ്റൂലേ? ഇത് പറ്റൂലേ? आओ मांगे अड़के ഒന്നുണ്ടോ? ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങിക്കണേ. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകണം, ഒന്ന് ഉറങ്ങണം. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. മസ്റ്റ് ട്രൈ ആണ് ഇതാട്ടോ, മാഗന ഫുഡ്സ്. വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡേയിൽ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഏകദേശം എന്ത് ചെയ്യാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി അല്ലേ? ഒന്ന് ഉറങ്ങി ഫ്രഷ് ആവണം.